പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തില് 8-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. നമ്മുടെ വാഗ്ദത്തം ഒന്ന് വായിച്ചു നോക്കിയാൽ അത് ഇപ്രകാരമാണ് വായിക്കുന്നത്. 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ആമുഖമായിട്ട് ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുക. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാരാകും എന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. See, our Lord is making a very profound statement. It's a very, very profound statement. He was speaking to those who believed on him. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറയുക. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ it's an amazing word. Belief. It's an amazing word. It's not a small word. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അത്രയും ഈസി അല്ല. പ്രൈസ് ഗോഡ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമോ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. വിശ്വസിക്കാത്തവരോടല്ല കർത്താവ് സംസാരിച്ചത്, വിശ്വസിച്ചവരോടാണ് കർത്താവ് സംസാരിച്ചത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്വയമായിട്ട് എടുക്കുന്ന തീരുമാനമാണ്. ഇറ്റ്സ് എ സെൽഫ് ഇനിഷ്യേറ്റഡ് ആക്ഷൻ. പ്രൈസ് ഗോഡ്. ഒരു വ്യക്തി സ്വയമായിട്ട് എടുക്കുന്ന തീരുമാനം. അപ്പൊ അപ്പൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മകൻ ക്രിസ്ത്യാനി ആകണമെന്നില്ല. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മക്കളെല്ലാവരും ക്രിസ്ത്യാനികളാകണമെന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഹൈന്ദവ കുടുംബത്തിൽ ജനിക്കുന്നവർ ഹൈന്ദവ മക്കളായിട്ട് വളരുന്നത് പോലെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മറ്റൊരു കുടുംബമായിട്ട് വളരാമെന്ന് മാത്രമേ ഉള്ളൂ. ബിലീഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെൽഫ് ഇനിഷ്യേറ്റഡ് ആക്ഷൻ. ഒരു വ്യക്തി സ്വയമായിട്ട് എടുക്കേണ്ട തീരുമാനമാണ്. ഇവിടെ യഹൂദന്മാർക്ക്, പ്രൈസ് ഗോഡ്, അവരുടെ പാരമ്പര്യം അനുസരിച്ച് നോക്കിയാൽ അവർ ദൈവമക്കളാണ്. യേശു ദൈവപുത്രനാണ്, ദൈവമാണ്. യഹൂദന്മാർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവർക്ക് വീണ്ടും ഒരാളിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ഗോഡ്. ഇന്നത്തെ രാത്രി ആ സത്യം മനസ്സിലാക്കണം നമ്മൾ. യേശുവിൽ അവർ വിശ്വസിച്ചത് കൊണ്ടാണ് അവരോട് കർത്താവ് സംസാരിക്കുന്നത് എന്നൊരു വചനം പറയുന്നു. അവർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നവരാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ യേശു മശിഹ കടന്നു വന്നപ്പോൾ, രക്ഷ ഒരു പുതിയ നിയമം കൂടെ ആരംഭിച്ചപ്പോൾ അവർ ആ പുതിയ നിയമത്തിൽ വിശ്വസിച്ചു. പ്രൈസ് ഗോഡ്. വിശ്വസിച്ചവരോടാണ് കർത്താവ് സംസാരിച്ചത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ പ്രൈം ആൻഡ് ദ ഫസ്റ്റ് ആക്ഷൻ. പ്രൈസ് ഗോഡ്. അത് ഒന്നാമത്തെ പ്രവൃത്തിയാണ്. ഒരു വ്യക്തിയിൽ നടക്കുന്ന ഒന്നാമത്തെ പ്രവൃത്തി. ദൈവകൃപ ആവസിക്കുമ്പോൾ, ദൈവം വിളിക്കുമ്പോൾ, ഒരു വ്യക്തിയിൽ തുടങ്ങുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ആദ്യത്തെ പ്രവൃത്തിയാണ് വിശ്വാസം, അല്ലെങ്കിൽ വിശ്വസിക്കുക എന്നുള്ളത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് ഞാൻ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ടതും പ്രയാസമേറിയതുമായ ഒരു സംഗതി. അതുകൊണ്ടാണ് ബില്യൺസ് ആൻഡ് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ആൾക്കാർ ഈ ലോകത്തില്, പ്രൈസ് ഗോഡ്, കടന്നു പോയിട്ടുള്ളവരും ജീവിച്ചിരിക്കുന്നവരും, പ്രൈസ് ഗോഡ്, വിശ്വസിക്കുക എന്നുള്ള ആ വലിയ പ്രവൃത്തിയിലേക്ക് കടന്നു വരാം. അത് പ്രയാസമുള്ളതായതുകൊണ്ടാണ്, എല്ലാവർക്കും പെട്ടെന്ന് കഴിയുന്നത് കൊണ്ടല്ല. പ്രൈസ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തില് 13-14 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കർത്താവ് പറയുന്നുണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ ശ്രമിക്കുവേൻ. പ്രൈസ് ഗോഡ്. അതൊന്ന് വായിക്കാം. ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്, I'm reading from Matthew 7, verse 13 and 14. I'm reading. ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവേൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ബിലീഫ് എന്ന് പറയുന്നത് that's a gate. It's a narrow gate. Praise God. So to get into this narrow gate, it is too difficult. Praise God. It is impossible. Only by the grace of God. കർത്താവിന്റെ കൃപയാൽ അല്ലാതെ ആ ഗേറ്റിലേക്ക് കടക്കാൻ പറ്റത്തില്ല. You can't get into that narrow gate. പ്രൈസ് ഗോഡ്. അതാണ് ബിലീഫ്, അതാണ് വിശ്വസിക്കുക. ഈ യഹൂദന്മാർ ഇത് വിശ്വസിച്ചു, അവരെ നാരോ ഗേറ്റിലേക്ക് കടന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും, പ്രൈസ് ഗോഡ്, കണ്ടുവരുന്ന ഒരു സത്യം എന്തോന്നറിയാമോ? അവരെ നാരോ ഗേറ്റിലേക്ക് കടന്നിട്ട് അവിടെ അങ്ങ് നിൽക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്നത്തെ രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ നാരോ ഗേറ്റിൽ കടക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വിഷമമേറിയ സംഗതിയാണ്. അനേകർക്ക് കാണാൻ പറ്റാത്തതാ. ദൈവവചനം പറയുന്നത് only a few shall find it. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ.
ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 24-ാമത്തെ വാക്യത്തില് ഒരാൾ യേശുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് എന്തോ പറഞ്ഞെന്നറിയാമോ? ചുരുക്കമാണോ കൂടുതലാണോ എന്ന് കർത്താവ് പറയുന്നില്ല. കർത്താവ് പറഞ്ഞെന്താണെന്നറിയാമോ? ഇടുക്കുവാതിലൂടെ കടക്കുവാൻ ശ്രമിക്കുക. Strive to enter into the narrow, strive to enter into the narrow gate. Praise the Lord. Straight gate. Hallelujah. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ ശ്രമിക്കുക. Praise the Lord. Try hard. It is not that easy as you think. നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കണം. Praise God. എന്നിട്ട് കർത്താവോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? പലരും ശ്രമിക്കും, പക്ഷെ നടക്കത്തില്ല. ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അനേകർ ശ്രമിക്കും, പക്ഷേ അനേകർക്ക് അതിന് കഴിയില്ല. Many shall try, but they won't get into it. Hallelujah. ഇടുക്കുവാതിലൂടെ കടക്കുക എന്നുള്ളത് that itself is a great thing. പക്ഷേ we are not expected to stay there forever. We go to move on. Praise God. നമ്മൾ മുന്നോട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. Praise God. നമ്മുടെ ഇടുക്കുവാതിലൂടെ മുന്നോട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു ഇടുക്കുവാതിലിൽ കയറി നിൽക്കുകയല്ല. വിശ്വസിച്ചവരോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? അടുത്ത വാക്യോടെ നമ്മൾ വായിച്ചത് എന്താണെന്നറിയാമോ? തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത്, if you continue in my word, then are you my disciples indeed. You got to continue in my word. Praise God. Once you get into the narrow gate, there's a narrow way out. Praise God. ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുമ്പോൾ ഒരു വീതി കുറഞ്ഞ ഒരു ഇടുക്കായിട്ടുള്ള ഹല്ലേലൂയ ഒരു നാരോ ആയിട്ടുള്ള there's a way there. Praise God. ഒരു വഴിയുണ്ട്. ആ വഴി നീ മുന്നോട്ട് നടക്കണം. That's very important. Hallelujah. 7-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടത് എന്താണെന്ന് അറിയാമോ? 2 വഴികളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഇടുക്കുള്ള വഴി, നാരോ ആയിട്ടുള്ള വേ, മറ്റൊന്ന് ബ്രോഡ് വേ, വളരെ വിശാലമായിട്ടുള്ള വഴി. Praise God. ഇന്നത്തെ രാത്രി if you look around, you could see these 2 ways around you. One way, that is a broad way. That is totally വളരെ വിശാലമായ ഒരു വഴിയാണ്. If you see there billions and billions and billions of people marching over there. Hallelujah. ആ ബ്രോഡ് വേയിലൂടെ അനേകരും പോവുകയാ. If you choose to go by that way, നിന്റെ ഫ്രണ്ട്സിനെ അവിടെ കാണാൻ പറ്റും, നമ്മുടെ കൂട്ടുകാരെ അവിടെ കാണാൻ പറ്റും, അവിടെ എന്റർടൈൻമെന്റ്സ് ഉണ്ട്. അവിടുത്തെ ആ യാത്ര ഒരിക്കലും ബോറടിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞ് തോളൽ കൈയിട്ട് സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ നമുക്ക് നടന്നു പോകാൻ പറ്റും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ആ യാത്രയുടെ അവസാനം മരണമാണ്. It leads you to eternal death. അതാ കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. സ്തോത്രം. Broad is the way that takes to destruction. Praise God. ഹല്ലേലൂയ. നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി വളരെ വിശാലമാണ്. And many shall find it. അതാ യേശു പറഞ്ഞത്. അനേകരത് കണ്ടുപിടിക്കും. Praise God. ഇന്നത്തെ രാത്രി നമുക്കൊരു ചോയ്സ് ഉണ്ട് എടുക്കാൻ. ഹല്ലേലൂയ. ഒരു ചോയ്സ് ഉണ്ട്. ഇതിൽ ഏത് വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? പ്രൈസ് ഗോഡ്. ഒന്നുകിൽ നാശത്തേക്കുള്ള വഴി എടുക്കാം, അല്ലെങ്കിൽ ഹല്ലേലൂയ നന്മയിലേക്ക് നിത്യജീവനിലേക്കുള്ള വഴി. അത് അടുത്ത വാക്യത്തിൽ 14-ാമത്തെ വാക്യത്തില് 7:14 ഇങ്ങനെയാ പറയുന്നത്, ഇടുക്കുവാതിലാൽ ഇടുക്കായിട്ടുള്ള നാരോവേ, വീതി കുറഞ്ഞ വഴി. ഹല്ലേലൂയ. ഇടുക്കുവാതിലൂടെ കിടക്കുന്ന വീതി കുറഞ്ഞ വഴി. ഹല്ലേലൂയ. അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. Only a few shall find it. അവിടെ തിരക്ക് നിനക്ക് കാണത്തില്ല കേട്ടോ. 1-2 പേരൊക്കെ പോകുന്നത് കാണാൻ പറ്റും. പ്രൈസ് ഗോഡ്. നിനക്ക് കമ്പനി അവിടെ കാണത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്റെ യാത്ര കംഫർട്ട് ആകത്തില്ല. പ്രൈസ് ഗോഡ്. ബ്രോഡ് വേയിലൂടെ നീ നടന്ന സമയം you could see roses on the road. ഹല്ലേലൂയ. flowers on the road. ഹല്ലേലൂയ. നിന്റെ യാത്ര കംഫർട്ടബിൾ ആയിരുന്നു. നിന്റെ യാത്ര ബോറടിക്കാത്തതായിരുന്നു. എല്ലായിടത്തും ഹല്ലേലൂയ നിനക്ക് എന്ത് ചെയ്യാമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ നീ നാരോ ഗേറ്റിലൂടെ കടന്ന് നാരോ വേയിലേക്ക് കടന്നപ്പോൾ, ആ വഴിയിലൂടെ നീ കടന്നപ്പോൾ നിനക്ക് കമ്പനി കൂടുവാൻ ആളുകളില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിനക്ക് ഹല്ലേലൂയ സന്തോഷത്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തോളെ കൈയിട്ട് നടക്കുവാൻ ഒരു പക്ഷേ ആളിനെ കിട്ടിയെന്നിരിക്കത്തില്ല. മുന്നോട്ട് നോക്കാമെങ്കിൽ 1-2 പേര് വളരെ മുന്നിൽ പോകുന്നത് കാണാം. പുറകോട്ട് നോക്കാമെങ്കിൽ 1-2 പേര് പുറകെ വരുന്നത് കാണാം. പ്രൈസ് ഗോഡ്. അവിടെ ആൾത്തിരക്കിൽ യേശു പറഞ്ഞ വാക്കാണ്, only a few shall find it. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് കാണത്തുള്ളൂ. But remember, that was the way Jesus walked. Praise the Lord. ആ വഴിയാണ് യേശു നടന്ന വഴി. ആ വഴിയാണ് പൗലോസ് നടന്ന വഴി. ആ വഴിയാണ് പത്രോസ് നടന്ന വഴി. ആ വഴിയാണ് യോഹന്നാൻ നടന്ന വഴി. ആ വഴിയാണ് ലോകത്തിന്റെ അവിടെയും ഇവിടെയും ദൈവം ഒരുക്കിയ ജനം നടന്ന വഴി. Praise the Lord. That way takes you to eternal life. Praise God. ഇന്നത്തെ രാത്രി ചോയ്സ് ഈസ് അവേഴ്സ്. ഇന്നത്തെ രാത്രി തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇതിൽ ഏത് വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? പ്രൈസ് ഗോഡ്. വലിയ വഴി പോയാൽ വലിയ സന്തോഷം ഇപ്പൊ നിനക്ക് അനുഭവിക്കാം. പക്ഷേ പിന്നത്തേതിൽ ഹല്ലേലൂയ നിത്യമരണത്തിന് നമ്മളായി പോകും. ഹല്ലേലൂയ. പിശാച് അങ്ങോട്ടാ കൂട്ടിക്കൊണ്ടു പോകുന്ന ജനത്തെ.
ഓർത്ത് നോക്കിക്കേ, എത്രയോ ജനം, ബില്യൺസ്, മുമ്പേ പറഞ്ഞില്ലേ, ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ആൾക്കാര് പ്രൈസ് ഗോഡ് ആ വഴികളിലൂടെ മാർച്ച് ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി ഈ ലോകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഓ വേൾഡ് ഈസ് സ്റ്റാൻഡിംഗ് ഫോർ മെജോറിറ്റി. പ്രൈസ് ദി ലോർഡ്. മെജോറിറ്റി എന്ത് പറയുന്നുവോ അതാണ് ശരി. പ്രൈസ് ഗോഡ്. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ ആർക്കും നാരോ വേയിലൂടെ പോകുന്നത് ഇഷ്ടമല്ല. കാരണം അവിടെ മൈനോറിറ്റിയാണ്. ഓ പീപ്പിൾ ക്യാൻ ബി നമ്പർഡ് വിത്ത് ഫിംഗേഴ്സ്. ഹല്ലേലൂയ. അതുകൊണ്ട് അത് ശരിയാണെന്ന് ലോകം പറയത്തില്ല. ലോകം പറയുന്നതൊക്കെയും ബ്രോഡ് വേ ആ ശരിയെന്ന്. കാരണം എന്താണെന്നറിയാമോ, നിങ്ങൾക്ക് ഇവിടെ സ്കോളേഴ്സിനെ കാണാൻ പറ്റും, ഡോക്ടേഴ്സിനെ കാണാൻ പറ്റും, എഡ്യൂക്കേഷനിസ്റ്റിനെ കാണാൻ പറ്റും, സയന്റിസ്റ്റുകളെ കാണാൻ പറ്റും, ഗ്രേറ്റ് സ്റ്റേറ്റ്സ്മെനെ കാണാൻ പറ്റും, സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റും. ഒരുപക്ഷെ ഇവരിൽ ആരെയും നിങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ രണ്ടാമത്തെ വഴിയില് നാരോ വേ കാണാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. സോ when you are there to take a decision, ഹല്ലേലൂയ, ഒരു തീരുമാനം എടുക്കാൻ നീ നിൽക്കുമ്പോൾ ഹല്ലേലൂയ നീ മെജോറിറ്റിയെ നോക്കി തീരുമാനമെടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വഴികൾ നിന്നെ എവിടെ എത്തിക്കും എന്നുള്ളത് നോക്കി ഹല്ലേലൂയ സ്തോത്രം നാം തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് വഴി. ഹല്ലേലൂയ സ്തോത്രം. ആ വഴിയെ കുറിച്ചാണ് ഹല്ലേലൂയ കർത്താവ് തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് സംസാരിച്ചത്. പ്രൈസ് ഗോഡ്. നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, if you abide in my word, if you walk through my word, hallelujah, you become my disciples. അങ്ങനെയുള്ളവരാണ് ഡിസൈപ്പിൾസ് ആയി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വിളിച്ചിരിക്കുന്ന വിളി തന്റെ ശിഷ്യരാക്കാനുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, as he is so are we in this world. ഹല്ലേലൂയ. അവൻ എങ്ങനെയായിരുന്നുവോ അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ. നമ്മളെ കാണുന്നവർ യേശുവിനെ കാണണം. പ്രൈസ് ദി ലോർഡ്. ആ ഡിസൈപ്പിൾഷിപ്പിന്റെ വഴിയാണ് ആ നാരോ വേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ അങ്ങനെയുള്ളവരോട് കർത്താവ് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. You shall know the truth and the truth shall set you free. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സത്യം നീ അറിയുമ്പോൾ മാത്രമേ നീ സ്വതന്ത്രനാകത്തുള്ളൂ. ഇന്നത്തെ രാത്രി നീ സ്വതന്ത്രനല്ലെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് സത്യം അറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി if you see that you are bound, hallelujah, you are a slave still, hallelujah, that means that you haven't known the truth yet. Praise God. ഇതുവരെയും നീ ആ സത്യം അറിഞ്ഞിട്ടില്ലെന്നുള്ളതാ. സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫ് ഞാൻ സ്വതന്ത്രനാണ്. പ്രൈസ് ഗോഡ്. സത്യത്തിന് മാത്രമേ നമ്മളെ സ്വതന്ത്രനാക്കുവാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3:16. It is a famous word. ഹല്ലേലൂയ. നമുക്കറിയാം that is said to be the small gospel എന്നാ പറയുന്നത്. ഹല്ലേലൂയ. 3:16 പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഹല്ലേലൂയ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനം, for God so loved the world that he gave his only begotten son, that whosoever believes on him shall not perish but will have eternal life. Praise God. ഇത് ദൈവം ലോകത്തിന് കൊടുത്ത വാഗ്ദത്തമാണ്. ആര് വിശ്വസിക്കുന്നുവോ അവന് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും ഹല്ലേലൂയ ലോകം എന്താണ് രക്ഷിക്കപ്പെടാത്തത്? ഹല്ലേലൂയ. ദൈവം ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്ന സാൽവേഷന് ഒരു വിലയും കൊടുക്കാതെ തന്റെ സ്വന്തം മക്കളാക്കി സ്വർഗം നിത്യമായി കൊടുക്കാമെന്നുള്ള വാഗ്ദത്തം ഈ ലോകത്തിന് തന്റെ പുത്രനിലൂടെ കൊടുത്തിട്ടും എന്തുകൊണ്ട് ലോകം നന്നാകുന്നില്ല? ലോകം രക്ഷിക്കപ്പെടുന്നില്ല? പ്രൈസ് ഗോഡ്. റോമർക്കെഴുതിയ ലേഖനം 6:14 പറയുന്നു, sin shall have no dominion over you. You are under grace, not under the law. Hallelujah. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം ചെയ്യുകയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് പാപം നിന്റെ മേൽ കർത്തൃത്വം ചെയ്യത്തില്ലെന്ന്. എന്നിട്ടും പ്രൈസ് ദി ലോർഡ് മെജോറിറ്റി ഓഫ് ഹല്ലേലൂയ ബിലീവേഴ്സ് എന്തുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി കേൾക്കണമേ, ബിലീവേഴ്സ് എന്ന് പറയുന്നവർ പോലും പാപബന്ധനത്തിലായിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് അതിന് കഴിയുന്നു? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങള് സത്യമുണ്ടായിരുന്നിട്ടും സത്യം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് വീണ്ടും തോറ്റുപോകുന്നു? നമ്മൾ കേട്ടു സത്യം നമ്മളെ സ്വതന്ത്രരാക്കുമെന്ന്. only one reason. എന്താണെന്നറിയാമോ? പലർക്കും സത്യം അറിയാമെങ്കിലും സത്യത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പലർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. Cigarette smoking is injurious to health. Is it a truth? It is a truth. Then why people smoke? എന്തുകൊണ്ടാണ് people smoke ചെയ്യുന്നത്? Because though they know that it's a truth, they don't accept it. Hallelujah. അവരത് വില്ലിംഗ്ഫുള്ളി എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അവർ കരുതുന്നത് അറിയാമോ? one smoke doesn't make much difference. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, നീ ഓരോ സ്മോക്ക് ചെയ്യുമ്പോഴും നിന്റെ മേലുള്ള ബന്ധനം ഇരട്ടിയായി കൂടിക്കൊണ്ടിരിക്കുക.
പ്രൈസ് ഗോഡ്. ഓരോ സ്മോക്ക് നീ എടുക്കുമ്പോഴും ഒരു സിഗരറ്റിലാണ് തുടങ്ങിയത്, പക്ഷേ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഈസി ആയിട്ടാണ് നീ എടുത്തു നോക്കിയത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ബന്ധനങ്ങൾ നിന്റെ മേൽ മുറുകിക്കൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ് ഓരോ സത്യം വേണ്ട എന്ന് വെക്കുമ്പോഴും ഓരോ സത്യത്തിന് നേരെ കണ്ണടയ്ക്കുമ്പോഴും നിന്റെ മേലുള്ള പൈശാചിക ബന്ധനം, നിത്യതയിലേക്കുള്ള നിന്റെ മേലുള്ള ബന്ധനം മുറുകിക്കൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നമുക്കറിയാം വിഷം കുടിക്കുന്നത് ഹല്ലേലൂയ പോയിസണസ് നമ്മുടെ ഡെത്തിലേക്ക് കൊണ്ടുപോകുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഹല്ലേലൂയ എല്ലാവരും കുടിക്കുന്ന എന്തിനാ? മരിക്കാൻ പോകുന്നവർ കുടിക്കുന്ന എന്തിനാ? They know the truth, but they are rejecting the truth, so they go to death. Praise the Lord. സത്യം അറിഞ്ഞിട്ടും അതിനെ റിജക്ട് ചെയ്യുമ്പോൾ അവർ ഡെത്തിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ ദൈവവചനം കേൾക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി ആ സത്യം ഹല്ലേലൂയ നമ്മളെ സ്വതന്ത്രമാക്കുമെങ്കിൽ ഇന്നറിയേണ്ടത് ആ സത്യം എന്താണെന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. വൈ പീപ്പിൾ ആർ സ്കെയർഡ് ഓഫ് ഹല്ലേലൂയ ട്രൂത്ത്. ഇന്നത്തെ രാത്രി ഒന്ന് കേൾക്കണമേ, സത്യത്തെ അനേകർക്ക് ഭയമാണ്. നമുക്കറിയാം വലിയ കൊലപാതകങ്ങളൊക്കെ നടക്കാറുണ്ട്. എന്തുകൊണ്ടാ? സത്യം ഒളിച്ചു വെക്കുവാൻ തക്കോണം മനുഷ്യർ ചിലരെയൊക്കെ വിറ്റ്നസിനെയൊക്കെ സാക്ഷികളെ കൊലപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യർ സത്യത്തെ ഭയപ്പെടുക? സത്യം എന്ന് പറയുന്നത് ട്രൂത്ത് ഇറ്റ്സെൽഫ് ഈസ് നാരോ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാമോ 2 + 2 = 4. You can't make it 399. You can't make it 4.1. 4 means it is absolute. Truth എന്ന് പറയുന്നത് hallelujah, it is absolute. Praise God. Hallelujah. Truth is so narrow. Praise God. You can't twist your truth. You can't enlarge your truth. You can't reduce your truth. You can't compromise with your truth. It is absolute. Hallelujah. അതുകൊണ്ടാണ് you can't compromise the truth. അതുകൊണ്ടാണ് അനേകർക്ക് സത്യം ഇഷ്ടമല്ലാത്തത്. Praise the Lord. Hallelujah. നീ 1000 വർഷം സത്യത്തെ കവർ ചെയ്ത് വെച്ചാലും 1000 വർഷം കഴിഞ്ഞ് നീ തുറന്നു നോക്കുമ്പോൾ സത്യം സത്യമായിട്ട് തന്നെ ഇരിക്കും. Praise God. ഇന്നത്തെ രാത്രി നീ ഇത് മനസ്സിലാക്കണം. Hallelujah. ഇതേ വേദപുസ്തകം എടുത്തുകൊണ്ട് ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഓരോരുത്തരും Hallelujah വേദപുസ്തകം പൊക്കിപ്പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഡിനോമിനേഷൻസ് ഇന്ന് ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. ഓരോരുത്തരും അവകാശപ്പെടുന്നത് ഞങ്ങളുടേതാണ് കറക്റ്റ് ഡിനോമിനേഷൻ എന്ന്. Praise the Lord. അവർ വേദപുസ്തകം പൊക്കിപ്പിടിക്കുന്നതല്ലാതെ ആ വേദപുസ്തകത്തിലുള്ളത് എന്തെന്ന് വായിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. Praise God. You know, they are holding up their Bibles and say that, and they claim that they are the only group who are true. Praise God. Hallelujah. ഇന്നത്തെ രാത്രി ഒരു കാര്യം മനസ്സിലാക്കണമേ, കയ്യിലിരിക്കുന്ന ബൈബിൾ സത്യമാണെങ്കിൽ ആ ട്രൂത്ത് മാത്രമാണ് Hallelujah അവരുടെയെങ്കിൽ Hallelujah ഈ ലോകത്ത് ഇത്ര ഡിനോമിനേഷൻസ് ഉണ്ടാകേണ്ട ആവശ്യമില്ല. Praise God. ഇന്നത്തെ രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ ബൈബിൾ ഉയർത്തിപ്പിടിക്കുന്നതല്ലാതെ അതിലെ സത്യം എന്തെന്ന് വായിച്ച് മനസ്സിലാക്കുവാനോ പഠിക്കുവാനോ ഹല്ലേലൂയ ആർക്കും കഴിയുന്നില്ല. അവരതിന് മെനക്കെടുന്നില്ല. Praise the Lord. If you want to know the truth, search the scriptures. The one who has written the word will hallelujah explain that to you. Praise God. You need not to listen to a human being. Praise the Lord. ഇന്നത്തെ രാത്രി കേൾക്കണമേ, നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവവചനം അവൻ എഴുതി നിനക്ക് തന്നിരിക്കുക. Praise the Lord. Hallelujah. ദൈവത്തോട് ചോദിക്കുക, ദൈവവചനം എഴുതി ദൈവത്തോട് തന്നെ ചോദിക്കുക സത്യം എന്തെന്ന്. Praise the Lord. He will reveal the truth to you. Praise God. അവൻ നിനക്ക് സത്യത്തെ വെളിപ്പെടുത്തി തരും. Praise God. Hallelujah. So there is no compromise with the truth. ട്രൂത്തിന് കോംപ്രമൈസ് ഇല്ല. Praise God. അഡ്ജസ്റ്റ്മെന്റ് നടക്കത്തില്ല. നമുക്കൊക്കെ ആഗ്രഹം അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ലൈഫാണ്. Praise the Lord. ഇത്ര റിജിഡ് ആയിട്ട് അങ്ങോട്ടും പോകാനൊക്കത്തില്ല ഇങ്ങോട്ടും പോകാനൊക്കത്തില്ല. ഈ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മാത്രമേ നടക്കാവൂ. That looks to be so heavy. Praise God. അത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭാരമുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് വേണ്ടത് ഇച്ചിരി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന, അതിൽ അങ്ങോട്ട് വീണാലും ഇങ്ങോട്ട് വീണാലും വലിയ കുഴപ്പമില്ലാത്ത, ഇത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു വഴിയാണ് വേണ്ടത്. Praise the Lord. ആ വഴി നാരോ വേ അല്ല, ആ വഴി ബ്രോഡ് വേ. But remember that takes you to death. ഹല്ലേലൂയ. ആ വഴി നിന്നെ എത്തിക്കുന്നത് നിത്യനാശത്തിലേക്ക്. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു ഹല്ലേലൂയ സ്തോത്രം, ട്രൂത്ത് shall set you free. സത്യം നിന്നെ സ്വതന്ത്രനാക്കും. യേശുവിന്റെ വചനമാണ്. യേശു അങ്ങനെ പറഞ്ഞുവെങ്കിൽ it must be true. Praise the Lord. കർത്താവ് പറഞ്ഞെങ്കിൽ അത് സത്യം തന്നെയായിരിക്കും. Praise God. Hallelujah. What is the truth? ഒരിക്കൽ ഹല്ലേലൂയ പീലാത്തോസ് യേശുവിനോട് ചോദിച്ചതാ, what is the truth? ഹല്ലേലൂയ. യേശുവിനോട് ഒരിക്കൽ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം പഠിച്ചാൽ യേശുവിനെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് യേശുവിനോട് പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, what is the truth? 18-ാം അധ്യായം 38-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. Praise God. Hallelujah. Truth himself was standing right in front of Pilate, but Pilate is asking, what is the truth? യേശു പറഞ്ഞു 14-ാം അധ്യായം ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. I am the way, I am the truth, I am the life. Praise the Lord. Who is the truth? Jesus Christ is the truth. Truth shall set you free means Jesus will set you free. Praise God.
ഹല്ലേലൂയ. യേശു നിന്നെ സ്വതന്ത്രമാക്കും. യേശുവിന് മാത്രമേ നിന്നെ സ്വതന്ത്രമാക്കുവാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഓ, നിന്റെ ജീവിതത്തില് ഹല്ലേലൂയ, നിന്റെ ബന്ധനങ്ങളിൽ നിന്ന് ഹല്ലേലൂയ, നിന്നെ ബന്ധിച്ചിരിക്കുന്ന ബോണ്ടേജുകളിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന് നിന്നെ മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. Only truth can set you free. Praise God. Hallelujah. He said, I am the truth. Praise the Lord. I am the way and I am the life. Praise the Lord. Hallelujah. ഓ, കർത്താവ് നമ്മൾ മുമ്പേ പറഞ്ഞ വാക്യത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവസാനം വായിച്ചിരിക്കുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യോഹന്നാന്റെ സുവിശേഷം 8-36 വാക്യം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. If the Son shall set you free, you will become free indeed. Praise the Lord. Hallelujah. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, യേശു നമുക്ക് സ്വാതന്ത്ര്യം വരുത്താതെ നമുക്ക് സ്വതന്ത്രരാകാൻ പറ്റത്തില്ല. Praise God. യേശുവിന് മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം തരാൻ പറ്റത്തുള്ളൂ. ജീവിതത്തിൽ ഹല്ലേലൂയ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ആകുല ചിന്തകളോട് നാളത്തെ ദിവസത്തെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് നീ ഭാരപ്പെടുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഓ, നീ എങ്ങനെ ജീവിക്കുമെന്ന് നീ വേദനിക്കുന്നുവെങ്കിൽ, ഓ, ഈ പാപം കൊണ്ട് എന്റെ ജീവിതം മതിയായി, ഈ പാപത്തിൽ നിന്ന് ഞാൻ എങ്ങനെ വിടുവിക്കപ്പെടുമെന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ, ഇന്നത്തെ രാത്രിയിൽ നീ ഒരു ഗുഡ് ന്യൂസ് കേൾക്കണം. ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് ദ ട്രൂത്ത് ആൻഡ് ദാറ്റ് ട്രൂത്ത് ക്യാൻ സെറ്റ് യു ഫ്രീ. പ്രൈസ് ഗോഡ്. യേശു ക്രിസ്തുവാണ് സത്യം. ആ സത്യത്തിന് നിന്നെ സ്വതന്ത്രനാക്കുവാൻ കഴിയും, നിന്നെ സ്വതന്ത്രമാക്കുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. Praise the Lord. Hallelujah. യേശു ഹല്ലേലൂയ സ്വാതന്ത്ര്യം തരുന്ന കർത്താവാണ്. യേശു സ്വാതന്ത്ര്യം തരുന്ന സത്യമാണ്. Praise the Lord. യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ വാഗ്ദത്തം ഉണ്ടായിരുന്നു കേട്ടോ. Praise God. ദൈവവചനത്തില് യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ 750 വർഷം മുമ്പ് തന്നെ ആ വാഗ്ദത്തം വന്നു. Praise God. Hallelujah. ദൈവവചനത്തില് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, വായിച്ചു നോക്കി കഴിഞ്ഞാൽ, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. Praise God. അത് എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തില് വീണ്ടും അത് കോട്ട് ചെയ്തിട്ടുണ്ട്. Praise the Lord. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച. പീഡിതന്മാർക്ക്, പീഡനത്തിലിരിക്കുന്നവർക്ക് ഹല്ലേലൂയ വിടുതൽ. ഇതൊക്കെ പ്രസംഗിക്കാനാ യഹോവ എന്നെ അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും ഹല്ലേലൂയ യഹോവയുടെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും. പ്രൈസ് ഗോഡ്. അങ്ങനെയാണ് യേശു വന്നത്. യേശു വന്നത് ഒരു വാഗ്ദത്തം കൊണ്ട്. എന്തുവെന്നറിയാമോ? ബന്ധിച്ചിരിക്കുന്നവരെ വിടുവിക്കുക. പ്രൈസ് ദി ലോർഡ്. കുരുടായിരിക്കുന്നവരുടെ കണ്ണുകളെ തുറക്കുക. പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ ആ ജയിലറകളിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടെ പുറത്തു കൊണ്ടുവരിക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ ലോകത്തിന് ആവശ്യം യേശു ക്രിസ്തുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു യേശുവിനെയാണ് ഈ ലോകത്തിന് ആവശ്യം. കുടുംബങ്ങൾക്ക് ആവശ്യം യേശുവിനെയാണ്. വ്യക്തികൾക്ക് ആവശ്യം യേശുവിനെയാണ്. ഈ തലമുറകൾക്ക് ആവശ്യം യേശുവിനെയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, ശതകോടി ജനങ്ങൾ ഇന്ന് ബന്ധനത്തിലാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവർ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ജീവിതം മുഴുവനും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തോടെ അല്ല. ഒരു മണിക്കൂർ ഒറ്റക്കൊരു റൂമിലിരിക്കുവാൻ അനേകർക്ക് കഴിയുന്നില്ല. കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ, അവരെപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. 5 മിനിറ്റ് അവർ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഉടനെ അവർ പറയും ഞങ്ങൾക്ക് ബോറടിക്കുന്നത് പറയും. ഹല്ലേലൂയ. ഒരു 25 വർഷം മുമ്പ് നിങ്ങളൊന്ന് ചിന്തിച്ച് നമുക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. മനുഷ്യൻ ഹല്ലേലൂയ ഒറ്റയ്ക്കിരിക്കാൻ ഇന്ന് ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറ്റയ്ക്കിരിക്കുവാൻ അവന് ഭയമാണ്. നാളെ കുറിച്ച് ഓർക്കുവാൻ അവന് ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹി ഈസ് ലിവിംഗ് ഇൻ സച്ച് എ സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി. ഹല്ലേലൂയ. സ്തോത്രം. അവന് ഹല്ലേലൂയ എന്തെങ്കിലും എല്ലാത്തിനും എപ്പോഴും എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ബന്ധനത്തിലാണ് ഇന്ന് മനുഷ്യൻ. പ്രൈസ് ഗോഡ്. ഒരു മൃഗത്തെ നോക്കിക്കേ, അതിനൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ, ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ, ഹവേഴ്സ്, മിനിറ്റ്സ് ആൻഡ് ഹവേഴ്സിനുള്ളിൽ അത് തന്നെ എഴുന്നേറ്റ് ഹല്ലേലൂയ സ്തോത്രം അമ്മയുടെ അടുത്ത് ചെന്ന് അത് തന്നെ പാല് കുടിക്കും. പ്രൈസ് ഗോഡ്. എന്നാൽ ഒരു മനുഷ്യ കുഞ്ഞിനെ നോക്കിക്കേ, എത്ര വർഷം കഴിയണം, എത്ര മാസം കഴിയണം ഈ കുഞ്ഞ് തന്നെ എഴുന്നേറ്റ് പാല് വാങ്ങിച്ചു കുടിക്കാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മനുഷ്യൻ ജനിക്കുന്നതും അവൻ മരിക്കുന്നതും ബന്ധനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ മരിക്കുന്ന സമയം നോക്കിക്കേ, പ്രായമായി കഴിയുമ്പോൾ ആരുടെയൊക്കെ ആശ്രയം അവന് വേണം ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകുവാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി നീ ഓർക്കണമേ, ഹല്ലേലൂയ, നിന്റെ ആത്മീയവും ഭൗതികവുമായ ബന്ധനത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അവൻ കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നവനാണ്. ഭൗതികമായ കുരുടർക്കല്ല, കുരുടർക്ക് മാത്രമല്ല അവൻ ഹല്ലേലൂയ കാഴ്ച കൊടുക്കുന്നത് ആന്തരികമായ ഹല്ലേലൂയ. കുരുടനാണെങ്കിൽ
ആരെങ്കിലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിന്റെ അന്ധത ആന്തരികമായി ആത്മീയമായി ബാധിച്ചവനായാലും അവന്റെ കണ്ണുകളെ തുറക്കുവാൻ യേശുവിന് കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ നീ കേട്ട അനേക സത്യങ്ങൾ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഹല്ലേലൂയ കിടക്കുകയാ. അതിനെ റിജക്ട് ചെയ്യുവാൻ ഹല്ലേലൂയ പലപ്പോഴും നിന്റെ ഉള്ളിൽ ഹല്ലേലൂയ സെൽഫ് ഡബിൾ ഈ ലോകത്തിന്റെ പ്രഭു നിന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ രാത്രി സത്യങ്ങൾ അറിയുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ കർത്താവേ എന്റെ കുരുട്ട് കണ്ണുകളെ നീ ഒന്ന് തുറക്കണമേ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം. കുരുടന്മാരുടെ കണ്ണുകൾ തുറക്കുവാൻ ഹല്ലേലൂയ വാഗ്ദത്തവുമായി കടന്നു വന്ന യേശു the truth can set you free. അവന് നിന്റെ കണ്ണുകളെ തുറക്കുവാൻ പറ്റും. ഹല്ലേലൂയ ഇംപ്രിസൺഡ് ആയിരിക്കുന്ന ജയിലിന്റെ ഉള്ളില് ബന്ധനത്തിൽ കിടക്കുന്ന ഹല്ലേലൂയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈസ് ഗോഡ് ഭാരങ്ങളുടെ നടുവില് പ്രയാസങ്ങളുടെ നടുവില് ഹല്ലേലൂയ ഓ സ്തോത്രം ഓ പീഡനങ്ങളുടെ നടുവില് സാഹചര്യ സമ്മർദ്ദങ്ങളുടെ നടുവില് ഭയത്തിന്റെ നടുവില് ഹല്ലേലൂയ പാപബന്ധനങ്ങളുടെ നടുവില് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തോടെ ജീവിപ്പാൻ ഹല്ലേലൂയ സന്തോഷത്തോടെ ജീവിപ്പാൻ ദൈവവചനം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഓ ജോയ് ഫോർ ഹല്ലേലൂയ 24/7 പ്രൈസ് ദി ലോർഡ് എപ്പോഴും സന്തോഷിക്കുന്ന റിജോയ്സിംഗ് ഓൾവേസ് ആ വാഗ്ദത്തത്തിൽ വരുവാൻ ഇന്നത്തെ രാത്രി നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്നെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിലേക്ക് ഹല്ലേലൂയ കർത്താവിലേക്ക് ഇന്നത്തെ രാത്രി നമുക്ക് കടന്നു വരാം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ് ഹി ക്യാൻ സെറ്റ് us free. പ്രൈസ് ഗോഡ്. കർത്താവിന് മാത്രമേ നമ്മളെ വിടുവിക്കുവാൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാത്രി ദൈവവചനത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ ഈ ക്രിസ്തീയ ജീവിതം എത്ര സന്തോഷകരമാണെന്ന് നമുക്കറിയാമോ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് ലേഖനം 4:4 അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുകയാണ്, എപ്പോഴും സന്തോഷിപ്പീൻ. 4:4 പറയുന്നത് എങ്ങനെയാ? Rejoice always. Again I say rejoice. വീണ്ടും ഞാൻ പറയുന്നു സന്തോഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും സന്തോഷിക്കാൻ ഒരു മനുഷ്യന് കഴിയുമോ? ഇന്നത്തെ രാത്രിയിൽ ഓർക്കണം, പൗലോസിന് എഴുതുന്നത് ഹല്ലേലൂയ ഏതെങ്കിലും വലിയ ക്യാസിലോ മട്ടുപ്പാവിലോ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിലെ 4ാമത്തെ ഫ്ലോറിലോ ഇരുന്നുകൊണ്ടല്ല, എക്സിക്യൂട്ടീവ് റൂമിൽ ഇരുന്നുകൊണ്ടല്ല, ലോഞ്ചിൽ ഇരുന്നുകൊണ്ടല്ല. അവരെഴുതുന്നത് റോമൻ കാരാഗൃഹത്തിൽ കൊടുന്നുകൊണ്ടാണ് എഴുതുന്നത്. എപ്പോഴും സന്തോഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസിനെ നിന്റെ പുറത്തുള്ള സാഹചര്യങ്ങൾക്ക് ഓ ഹല്ലേലൂയ ഒരിക്കലും മടുപ്പിക്കുവാൻ കഴിയാത്തതാണ് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വർഗം തന്നിരിക്കുന്ന സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യങ്ങളിലൂടെ നീ കടന്നുപോയാലും നിന്റെ അകത്തെ സന്തോഷമുണ്ടല്ലോ അത് പുതുക്കി തന്നെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? നീ കടന്നു പോകുന്ന ഓരോ വഴിയും സ്വർഗത്തിന്റെ പ്രവൃത്തിയാണ്. നീ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളും സ്വർഗത്തിന്റെ പദ്ധതിയാണ് നിന്റെ ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയാലും ഞാൻ എന്റെ കർത്താവിന്റെ കൈകളിൽ സുരക്ഷിതയാണ് എന്നുള്ള ബോധം നിന്റെ ഉള്ളിലുള്ള ആത്മാവ് നിനക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് ഹല്ലേലൂയ മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്താണെന്നറിയാമോ? യഹോവ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. Lord, I am not alone. Even if I walk through the valley of the shadow of death, I shall not be afraid. You are with me. Praise the Lord. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എന്നെ കേൾക്കുന്ന ദൈവവേദനെ ഈ ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ക്രിസ്തുവിന് നമുക്ക് തരുവാൻ കഴിയും. Praise the Lord. ഹല്ലേലൂയ സ്തോത്രം. അവന് സമാധാനം തരുവാൻ കഴിയും. എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് ഞാൻ പ്രസ്താവിക്കുന്നത്. ഓ നിർമ്മിത കഥകളെ കൊണ്ട് പൗലോസും യോഹന്നാനും ഹല്ലേലൂയ സ്തോത്രം ജനത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് പറഞ്ഞു, നിർമ്മിത കഥകളെ കൊണ്ടല്ല ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. We are not here with man-made stories. No. എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് രാത്രിയിൽ. ഹല്ലേലൂയ. എന്റെ കർത്താവ് തന്ന സമാധാനം, അവൻ തന്ന സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ഒന്നിനും തരുവാൻ കഴിയാത്ത സമാധാനം, നിന്റെ സമ്പത്തിന് തരുവാൻ കഴിയാത്തത്, നിന്റെ മക്കൾക്ക് തരുവാൻ കഴിയാത്തത്, നിന്റെ ജോലിക്ക് തരുവാൻ കഴിയാത്തത്, നിന്റെ ഇൻഫ്ലുവൻസുകൾക്ക് തരുവാൻ കഴിയാത്തത്, പ്രൈസ് ദി ലോർഡ്, നിന്റെ പ്രസ്റ്റീജിന് തരുവാൻ കഴിയാത്തത്, ഓ നിനക്കുള്ള യാതൊന്നിനും പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിലുള്ള ആർക്കും തരുവാൻ കഴിയാത്ത സന്തോഷം സ്വർഗം നമുക്ക് തരും. ഹല്ലേലൂയ സ്തോത്രം. അത് നിത്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഇപ്പൊ പിശാച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഡോണ്ട് ലിസൺ ടു ദിസ് സോർട്ട് ഓഫ് സ്റ്റഫ്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പിശാച് പറയാ. പിശാച് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ ഈ ബ്രോഡ് വേയിൽ ഒത്തിരി പേര് പോകുന്നെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതിനകത്ത് ചിലർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബോധോദയം ഉണ്ടാകുന്നുണ്ട്, ഈ വഴി തെറ്റാണ്. ഇന്നത്തെ രാത്രി നിങ്ങൾ കേൾക്കണമേ, ഈ പോകുന്ന ബില്യൺസിനകത്ത് കുറച്ചു പേർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് തോന്നലുണ്ടാകാറുണ്ട് ഞാൻ ഈ പോകുന്ന വഴി തെറ്റാണെന്ന്. പക്ഷേ അടുത്ത സമയം അവർ ചെവിക്കകത്ത് മറ്റൊരു ശബ്ദം കേൾക്കും, സാരമില്ല, ദൈവം കരുണയുള്ളതാണ്. ഇത്രയും കരുണയുള്ള ദൈവം നമ്മളെ നരകത്തിലെങ്ങാനും തള്ളിക്കളയുമോ? God is too good enough that he won't send you to hell. നമ്മുടെ ചുറ്റിലുള്ള പലരും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
ഹല്ലേലൂയ, ഇത്രയും കരുണയുള്ള ദൈവം നമ്മളെ നരകത്തിൽ കൊണ്ട് തള്ളിക്കളയുമോ? ഇന്നത്തെ രാത്രി ഹല്ലേലൂയ സ്തോത്രം. ഒരു കാര്യം ഞാൻ ചിന്തിച്ചു നോക്കട്ടെ. ഞാനൊരു ജഡ്ജാണെന്ന് കരുതിക്കോ, പ്രൈസ് ദി ലോർഡ്. എന്നെ ഞാനൊരു ജഡ്ജാണെന്ന് കരുതിക്കോ. എന്റെ മോന് ഒരു വലിയ കുറ്റം ചെയ്തിട്ട് ഹല്ലേലൂയ സ്തോത്രം എന്റെ അടുത്ത് കടന്നു വരിക, എന്റെ കോർട്ടിൽ കടന്നു വരിക എന്ന് വെച്ചോ, പ്രൈസ് ദി ലോർഡ്. അവൻ ചെയ്ത കുറ്റം ഒരു വലിയ റോബറി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ മാരകമായ ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് അവൻ ചെയ്തത്, പ്രൈസ് ദി ലോർഡ്. അവന് ഞാൻ കൊടുക്കാൻ പോകുന്ന പണിഷ്മെന്റ് 1 മില്യൺ പൗണ്ട് അവൻ കെട്ടിവെക്കണമെന്നുള്ള പെനാലിറ്റി, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്റെ മോൻ കടന്നു വന്നു, ഞാൻ ജഡ്ജ് സീറ്റിൽ ഇരിക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ അധികാര കസേരയില് നീതിയുടെ കസേരയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ എന്റെ മോനാണ്, ഫ്രീ ആയിട്ട് പൊക്കോന്ന് പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഒരു വ്യത്യസ്തന് പോലും, ദൈവത്തെ അറിയാത്ത ഒരു മനുഷ്യന് പോലും അത് ചെയ്യുവാൻ കഴിയത്തില്ല, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരു കാര്യമേ ചെയ്യാൻ പറ്റൂ, എന്റെ മകനെ ഞാൻ ശിക്ഷിച്ചേ മതിയാകൂ, പ്രൈസ് ദി ലോർഡ്. ഓ ഹല്ലേലൂയ, I will pass the judgment that you got to pay 1 million pound, praise the Lord. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ 1 മില്യൺ 10 ലക്ഷം പൗണ്ട് നീ കെട്ടിവെച്ചിട്ട് നിനക്ക് പോകാം, പ്രൈസ് ദി ലോർഡ്. അത് നീതിയാണ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ നീതിയും ഭൂമിയുടെ നീതിയും നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഓ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ സെൻസ് ഓഫ് ജസ്റ്റിസ് അത്രയും ഹല്ലേലൂയ ഷാർപ്പാണെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കിയേ, സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ നീതി എത്ര ശക്തമാക്കുന്നത്, പ്രൈസ് ഗോഡ്. ഒരു മനുഷ്യൻ ഹല്ലേലൂയ തന്റെ മകൻ കുറ്റക്കാരനാണെങ്കിൽ, ഓ ജഡ്ജിയായിരിക്കുന്ന ഒരു മനുഷ്യന് തന്റെ മകനെ ഫ്രീ ആയിട്ട് വിടുവാൻ കഴിയത്തില്ല, പ്രൈസ് ദി ലോർഡ്. അവന് പെനാൽറ്റി ഇടും. എന്നിട്ട് ഈ പിതാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഹല്ലേലൂയ ജഡ്ജിന്റെ റോബ്, ഹല്ലേലൂയ സ്തോത്രം, എന്റെ ആ വസ്ത്രം, ഹല്ലേലൂയ ആ നീതിമാൻ ന്യായാധിപന്റെ വസ്ത്രം, ആ ജസ്റ്റിസിന്റെ ഹല്ലേലൂയ ആ ഹല്ലേലൂയ വസ്ത്രം ഞാൻ ഊരി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം എന്റെ ബാഗിൽ നിന്ന് ഞാൻ എന്റെ ചെക്ക് ബുക്ക് എടുക്കും, ഹല്ലേലൂയ അതിനുള്ളില് ഹല്ലേലൂയ ഞാൻ എഴുതും 1 മില്യൺ പൗണ്ട് എന്ന്. ഒരു പക്ഷേ എന്റെ ജീവിതത്തില് എന്റെ ഹോൾ ലൈഫിലെ സേവിങ് ആയിരിക്കും അത്. ഹല്ലേലൂയ. എന്റെ ലൈഫിൽ മുഴുവനും ഞാൻ എടുത്ത സേവിങ് ആണ്, പ്രൈസ് ദി ലോർഡ്. എന്റെ ലൈഫിലെ കഴിഞ്ഞ ജീവിതകാലത്തിലെ മുഴുവൻ സർവീസിന്റെയും ചെറുപ്പം മുതലുള്ള എന്റെ സേവിങ് ആണ്. ദ ഹോൾ ഓഫ് മൈ ലൈഫ് സേവിങ് 1 മില്യൺ പൗണ്ട്. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അത് എഴുതി എന്റെ മോന്റെ കൊടുത്തിട്ട് പറയും, ടേക്ക് ദിസ് 1 മില്യൺ പൗണ്ട്, പേ ഇറ്റ് ഓഫ് ആൻഡ് യു ക്യാൻ ഗോ നൗ. യു നോ that is the place law of love meets law of justice, praise the Lord. ഹല്ലേലൂയ. നീതിയുടെ നിയമവും സ്നേഹത്തിന്റെ നിയമവും അവിടെ കൂട്ടുകൂട്ടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നീതി ഞാൻ നടത്തിയോ? ഞാൻ നടത്തിയ നീതി. എന്റെ മകനോടുള്ള സ്നേഹം ഞാൻ കാണിച്ചോ? എന്റെ മകനെ സ്നേഹവും കാണിച്ചു, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനെ, തന്റെ ഓമന കുമാരനെ, തന്നോട് കൂടെ സ്വർഗ്ഗത്തില് നിത്യതയിലിരുന്ന തന്റെ പുത്രനെ, ഹല്ലേലൂയ തന്റെ ഹോൾ ലൈഫ് സേവിങ്ങിനെ, പ്രൈസ് ദി ലോർഡ്, അവൻ നമുക്ക് തന്നു, പ്രൈസ് ദി ലോർഡ്. എന്തിനെന്നറിയാമോ? നമ്മൾ ചെയ്ത കുറ്റങ്ങളൊക്കെ ഫ്രീ ആയിട്ട് എഴുതി തന്നെ, പ്രൈസ് ദി ലോർഡ്. What you and I have to do, we need to take that check and say, thank you, Father. Hallelujah. You know, accept the truth, praise the Lord. നമുക്ക് തോന്നുന്നുണ്ടോ ഹല്ലേലൂയ ഇത്രയും നീതിയുള്ള കർത്താവ് നമ്മളെ നരകത്തിൽ വിടുമെന്ന്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അവൻ നീതി നടത്തിയ മതിയോ? കാരണം നിന്നെ നരകത്തിലേക്ക് വിടണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. ഹല്ലേലൂയ. ഓ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നത് അറിയാമോ? ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് ആഗ്രഹമില്ല. അവൻ മനം തിരിഞ്ഞ് ദുഷ്പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെടണമെന്നല്ലോ ഞാൻ അവനെ സൂചിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ? God is not forcing anybody to hell. Praise the Lord. നരകത്തിലേക്ക് പോകുവാൻ ദൈവം ആരെയും തള്ളിവിടുന്നില്ല. We are choosing the way of hell. Praise the Lord. നമ്മളാണ് നരകത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത്. Praise the Lord. Hallelujah. At the same time, God doesn't force anybody to be with Him. ദൈവത്തോട് കൂടെ നടക്കുവാനും ദൈവം ആരെയും ഫോഴ്സ് ചെയ്തില്ല കേട്ടോ. കർത്താവ് നമുക്കൊരു ഫ്രീ വിൽ തന്നിരിക്കുക. You can choose your way to be with God or to be with hell. Devil, I mean. Praise the Lord. Hallelujah. ദൈവത്തോട് കൂടെ നിനക്ക് ജീവിക്കാം. Praise the Lord. പിശാചിനോട് കൂടെ ജീവിക്കാം. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബ്രോഡ് വേ ആൻഡ് നാരോ വേ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്നത്തെ രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്വർഗ്ഗം ഭൂമിക്ക് തന്ന സമ്മാനമാണ് ക്രിസ്തു, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 മില്യൺ പൗണ്ട് കൊടുത്ത് ഹോൾ ലൈഫ് സേവിംഗ് കൊടുത്ത് മകനെ രക്ഷിച്ച ഓ ഹല്ലേലൂയ ആ ജസ്റ്റിസിന്റെ നീതി, പ്രൈസ് ദി ലോർഡ്. ആ ന്യായാധിപന്റെ നീതി തന്റെ പുത്രനെ തന്ന് നഷ്ടപ്പെട്ടു പോയ പാപത്തിന്റെ വഴികളിൽ ഹല്ലേലൂയ തന്നിൽ നിന്ന് അകന്നു പോയ മകനെ മടക്കി കൊണ്ടുവരുവാൻ മറ്റൊരു മകനെ തന്റെ ഏകജാതനായ പുത്രനെ സ്വർഗം നമുക്ക് തന്നു. ഇനി ഒരിക്കലും നിങ്ങൾ പറയരുത് ഹല്ലേലൂയ കരുണയുള്ള ദൈവം ആരെയും നരകത്തിൽ വിടത്തില്ലെന്ന്. കരുണയുള്ള ദൈവം നരകത്തിൽ പോകാതിരിക്കാനാണ്, നമ്മളെ നരകത്തിൽ വിടാതിരിക്കുവാനാണ് തന്റെ പുത്രനെ നമുക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മകനെ ഞാൻ ആ 1 മില്യൺ പൗണ്ട് കൊടുക്കുമ്പോൾ പറയാം, മോനെ ഇതെടുക്കുക, ജസ്റ്റിസിന്റെ ജോലി ഞാൻ ചെയ്തു നിന്നെ ശിക്ഷിച്ചത്, പക്ഷെ ആ ശിക്ഷ ഞാൻ ഏറ്റെടുക്കുക, 1 മില്യൺ പൗണ്ട് ഐ ആം ഗിവിംഗ് ടു യു. എൻ്റെ മകൻ റിബല്യസ് ആയിട്ട് പറയാ, ഐ ഡോണ്ട് നീഡ് ഇറ്റ്. സോ ഹു ഈസ് ഗിൽറ്റി? ഈസ് ദ ഡാഡ് ഗിൽറ്റി ഓർ സൺ ഗിൽറ്റി? ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ടുഡേ. ഹല്ലേലൂയ. സ്വർഗ്ഗം തന്റെ പുത്രനെ നമുക്ക് തന്നു, നിത്യരക്ഷ സൗജന്യമായി തന്നു. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്. പക്ഷെ മനുഷ്യൻ ആ സാൽവേഷനെ റിജക്ട് ചെയ്യുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ രാത്രി കർത്താവിൻ്റെതായിട്ടുള്ള മഹത്വം നമ്മൾ കാണണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി കർത്താവിന്റെ മഹത്വം നമുക്ക് കാണണം. പ്രൈസ് ഗോഡ്. അഗൈൻ ഡെവിൾ മൈറ്റ് സേ, ഓ വീണ്ടും പിശാച് പറഞ്ഞേക്കാം ഇത് തെറ്റാ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ പഴയ സ്റ്റോറീസ് ആണ്. ഹല്ലേലൂയ, ഇതൊന്നും റിയാലിറ്റി അല്ലെന്ന്. പ്രൈസ് ലോർഡ്. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഡെവിൾ വാസ് സ്പീക്കിംഗ് ടു ദോസ് ജൂയിഷ് പീപ്പിൾ, ഇസ്രായേൽ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ, നമ്പേഴ്സ് സംഖ്യാപുസ്തകം 13 അവസാനം 14 അധ്യായം ആരംഭിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്. മോസസ് 12 പേരെ തിരഞ്ഞെടുത്തിട്ട് പാരാൻ മരുഭൂമിയിൽ നിന്ന് കനാൻ ദേശം ഒറ്റുനോക്കുവാനായി വിട്ടു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ച് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 12 people were chosen from them and they were sent to this promised land just to spy over it. Hallelujah. അതിനെ നോക്കുവാനായിട്ട് വിട്ടു. എന്തിനെന്നറിയാമോ, വെറും 40 ദിവസത്തെ യാത്ര. പാരാൻ മരുഭൂമിയിൽ നിന്ന് കനാൻ ദേശത്തേക്കുള്ള യാത്ര 40 ദിവസത്തെ യാത്രയാണ്. അവരെല്ലാവരും പോയി, 12 പേര് ഇവിടെ പോയി. ഹല്ലേലൂയ. മടങ്ങി വന്ന് 10 പേര് പറഞ്ഞ അഭിപ്രായം വേറെ, 2 പേര് പറഞ്ഞ അഭിപ്രായം വേറെ. ഇന്നത്തെ രാത്രി ഒരു കാര്യം കേൾക്കണമേ, 10 പേര് മടങ്ങി വന്നിട്ട്, മുമ്പേ ബ്രദർ ഇവിടെ സംസാരിച്ചതുപോലെ 10 പേര് മടങ്ങി വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ, ഓ ആ ദേശമൊക്കെ നല്ലതാണ്, ഓ those the lands are wonderful. Hallelujah. Everything there are fine and wonderful. Hallelujah. അത് ഫലഭൂയിഷ്ഠമായ ദേശമാണ്, ദൈവം നമുക്ക് തരുവാൻ തന്നിരിക്കുന്ന വാഗ്ദത്ത ദേശമാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അവിടെ നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല, അതിനെ നമുക്ക് കോൺകർ ചെയ്യാൻ പറ്റത്തില്ല, അതിനെ നമുക്ക് കീഴടക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ, അത് മല്ലന്മാർ, വലിയ ജയന്റ്സ് അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരുടെ മുമ്പിൽ we look like grasshoppers. Hallelujah. ഞങ്ങൾ വെറും വിട്ടില് പോലെ ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം അവരത്ര അജാന ബഹുക്കളാണ്. പ്രൈസ് ദി ലോർഡ്. അവരത്ര ഭീകരന്മാരാണ്. അത് ആര് അത്ര പേര് പറഞ്ഞതാണ്? 10 പേര് പറഞ്ഞതാ. ഇത് കേട്ട് ഹല്ലേലൂയ, ഈ 6 ലക്ഷം ജനങ്ങളും, ഹല്ലേലൂയ, ഈ ജൂയിഷ് ഹല്ലേലൂയ കമ്മ്യൂണിറ്റി മുഴുവനും, കുഞ്ഞുങ്ങളും ഹല്ലേലൂയ സ്ത്രീകളും എല്ലാവരും കൂടെ നിലവിളിക്കാൻ തുടങ്ങി. 14 അധ്യായം നമ്പേഴ്സ് 14 നിങ്ങൾ വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 14 അധ്യായം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, പാളയത്തിൽ നിലവിളി ആരംഭിച്ചു. 10 പേരുടെ വാക്ക് കേട്ട്. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തിന്റെ വാഗ്ദത്തം ഓർത്തില്ല. ഇത്രയും കാലവും അവരെ നടത്തിയ ദൈവത്തിന്റെ വാഗ്ദത്തം ഓർത്തില്ല. ഫറവോനെ തോൽപ്പിച്ചത് ജനമായിരുന്നുവോ ദൈവമായിരുന്നുവോ? പ്രൈസ് ദി ലോർഡ്. യോർദാൻ രണ്ടായി പിളർന്നത് ജനമായിരുന്നുവോ ദൈവമായിരുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി അവരെ വഴി നടത്തിയത് ജനമായിരുന്നുവോ ദൈവമായിരുന്നുവോ? പ്രൈസ് ദി ലോർഡ്. അവർക്ക് കനാൻ ദേശം നേടിക്കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തത് ജനത്തിന്റെ ശക്തിയാണോ ദൈവശക്തിയാണോ? പ്രൈസ് ദി ലോർഡ്. 10 പേര് കടന്നു വന്നപ്പോൾ അവർ തങ്ങളിലേക്ക് തന്നെ നോക്കി, തങ്ങളുടെ എതിരുകളെയും നോക്കി. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തിലേക്ക് നോക്കിയില്ല. അവർ 10 പേരുടെ വാക്ക് വിശ്വസിച്ചു. 2 പേര് നമുക്കറിയാം, ജോഷുവയും കാലേബും. അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ, ഈ 10 പേര് പറഞ്ഞതും ശരിയാ, പക്ഷേ ഒന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ദൈവം അത് വാഗ്ദത്തം ചെയ്തെങ്കിൽ അതിനെ തരുവാനും ഈ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നെങ്കിൽ ആ മലന്മാരെ കുറിച്ച് നമ്മൾ ബോധന ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ആ മലന്മാരെ തകർത്ത് ആ ഭൂമി നമുക്ക് അവകാശമാക്കി തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പക്ഷേ അവിടെ ജനം കേട്ടോ? അത് 2 പേരല്ലേ പറഞ്ഞത്? 10 പേരെന്തോ പറഞ്ഞത്? പറ്റത്തില്ലെന്ന് 10 പേര് പറയുന്നോ പറ്റുമെന്ന് 2 പേര് പറയുന്നോ? ഏതാ ശരി? ഇന്നത്തെ പ്രശ്നം അതാ. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നതും 99 പേര് അപ്പുറത്ത് മാറി നിന്ന് മറ്റൊന്ന് പ്രസംഗിക്കുന്നു നോക്കാൻ ആരെ ജനം ശ്രദ്ധിക്കും? അന്ന് ഡെവിഡ് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ 2 പേര് പറയുന്നത് കേൾക്കരുത്, 10 പേര് പറയുന്നത് കേൾക്കാൻ. അതുകൊണ്ട് എന്ത് പറ്റുമെന്നറിയാമോ? ഈ 6 ലക്ഷം പേരും കനാൻ ദേശം കണ്ടില്ല. 40 ദിവസം കൊണ്ട് എത്തേണ്ട കനാൻ ദേശത്ത് അവർ 40 വർഷം ഹല്ലേലൂയ മരുഭൂമി ചുറ്റി നടക്കേണ്ടി വന്നു. എന്തിനാണെന്നറിയാമോ? ഈ ജനറേഷൻ, ആ തലമുറയിലുള്ളവരെല്ലാവരും അവിടെ ചത്തൊടുങ്ങുപോകണം. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്. ഇന്നത്തെ രാത്രി ഓർക്കണമേ, അൺബിലീഫ്
It is a wicked crime against God. Hallelujah. Unbelief എന്ന് പറയുന്നത്, അവിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയാത്തതാ. Praise God. Hallelujah. അതുകൊണ്ട് എന്ത് പറ്റി? Hallelujah. ദൈവത്തോട് മറുതലിച്ച്, ദൈവ ശബ്ദം കേൾക്കാതെ പിശാചിന്റെ ശബ്ദം കേട്ട്, മെജോറിറ്റിയുടെ ആൾക്കാരെ കേട്ട്, Praise the Lord. Hallelujah. ദൈവത്തോട് മറുതലിച്ച 6 ലക്ഷം ജനവും, Praise the Lord. Hallelujah. രണ്ടുപേരൊരു ആരാ രണ്ടുപേരാ തലമുറയില് ജോഷുവയും കാലേബും ഒഴികെ എല്ലാവരും ആ മരുഭൂമിയിൽ ചത്തുവീണു. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമേ, truth can set you free. Praise the Lord. If you believe, Jesus can set me free. Praise the Lord. Hallelujah. നമുക്ക് എല്ലാവർക്കും ഭയമായി പിശാചിനെ. ഇത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ചോദിച്ചല്ലോ, പിശാചിനെ എന്ന് പേടില്ല, ദൈവത്തെയാണോ എന്ന് ചോദിച്ചു. ചിലർ പറഞ്ഞു ദൈവത്തെയാണ്, പക്ഷെ ചിലർ മിണ്ടാതിരുന്ന അതിന്റെ അർത്ഥം പിശാചിനെയാണ് പേടിയെന്ന്. ഈ ദൈവത്തെയാ പേടിയെന്ന് പറയുന്നവരും പിശാചിനെ ഭയങ്കര പേടിയാവട്ടോ. ദൈവം സാരല്ല, അത് പാവമാണ്. ദൈവം നമ്മളെന്നും അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷെ പിശാച് അങ്ങനെയല്ല, അവൻ ചാടിക്കൊരു ഉപദ്രവിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നത്തെ കാര്യം, ഇന്നത്തെ രാത്രി റിയാലിറ്റി മനസ്സിലാക്കണം. നീ പിശാചിനെ അല്ല പേടിക്കേണ്ടത്, ദൈവത്തെയാണ്. 2 ആഴ്ച മുമ്പ് നമ്മൾ ഫിയർ ഓഫ് ഗോഡ് എന്താണെന്ന് കേട്ടു. പ്രൈസ് ദി ലോർഡ്. പിശാചിനെയാ പേടിക്കേണ്ടത് അല്ല, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെയാ പേടിക്കേണ്ടത്. ഹല്ലേലൂയ. പിശാചിന്റെ തോൽവി നമുക്കറിയാമല്ലോ. ദൈവവചനം പിശാചിന്റെ സ്ഥാനം എവിടെയാണെന്ന് നമ്മളെ കാണിച്ചു തന്നിരിക്കുക. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2:15 പറഞ്ഞത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം വെപ്പിച്ച് അവനെ ക്രൂശിന്മേൽ പരസ്യ കാഴ്ചയാക്കി യേശു തീർത്തെന്ന. ഹല്ലേലൂയ. You know, his weapons were stripped off. He was disarmed. Praise the Lord. And he was shown as a public display on the cross of Calvary. Praise God. യേശുവിനെ ഹല്ലേലൂയ പിശാചിനെ കുരിശിന്മേൽ പരസ്യ കാഴ്ചയാക്കി തീർത്തു. Praise the Lord. എബ്രായരുടെ ലേഖനം 2:14 വീണ്ടും പറഞ്ഞത് അറിയാമോ? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപന്തി പര്യന്തം മരണഭീതിക്ക് കീഴ്പ്പെട്ടിരുന്ന ജനത്തെ അവൻ വിടുവിച്ചു. Praise the Lord. ഹല്ലേലൂയ. എബ്രായരുടെ ലേഖനം 2:14. Praise the Lord. ഹല്ലേലൂയ. മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണം കൊണ്ട് യേശു നീക്കി. Praise the Lord. He is no more there. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് എന്താ ചെയ്തത്? മരണപര്യന്തം ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന ജനത്തെ അവൻ വിടുവിച്ചു. ഇന്നത്തെ രാത്രി നിനക്ക് ഭയമുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. രോഗത്തെ കുറിച്ചുള്ള ഭയം, ഭാവിയെ കുറിച്ചുള്ള ഭയം, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭയം, നിത്യനരകത്തെ കുറിച്ചുള്ള ഭയം, എന്തിനെ കുറിച്ചെങ്കിലുമുള്ള ഭയം നിന്റെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ? നിന്നെ ഭയത്തിൽ നിന്ന് നീക്കാനാണ് കർത്താവ് വന്നത്. But truth will set you free. Praise the Lord. ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി, കർത്താവിനെ വിടുവിക്കുവാൻ കഴിയും. റോമർക്കെഴുതിയ ലേഖനം 16:20 ഇങ്ങനെയാ പറയുന്നത്, God of peace shall soon crush Satan under your feet. Praise the Lord. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിൽ മെതിച്ചു കളയും. Praise the Lord. He is not on your head, he is under your foot. Praise the Lord. ഇന്നത്തെ രാത്രി അവനെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ എവിടെയാണെന്ന് അറിയാമോ? നിന്റെ കാലിന്റെ പൊത്തയ്ക്ക് അടിയില്ല. Praise the Lord. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തില് അവന്റെ എൻഡ് എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. He will be thrown into the lake of fire. ഇന്നത്തെ രാത്രി നിനക്ക് ധൈര്യമുണ്ടോ പിശാചിനോട് പറയാൻ, Devil, I know your future. You will be thrown into the lake of fire. At the same time, I will reign with Christ. ഇന്നത്തെ രാത്രി പറയാൻ പറ്റുമോ? ചിലപ്പോഴൊക്കെ പിശാച് എന്റെ പഴയ ജീവിതം കൊണ്ട് എന്നെ ഓർമ്മിപ്പിക്കും. ചില സമയത്തൊക്കെ പിശാച് പറയും, നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. കുറെ നാൾ മുമ്പ് കർത്താവിനെ പഠിപ്പിച്ചതാ. എന്താ അറിയാമോ? When devil is reminding you your past, remind him about his future. You know that? നിന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് പിശാച് നിന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ അവൻ വരാൻ പോകുന്നതിനെ കുറിച്ച് അവനെ നീ ഓർമ്മിപ്പിക്കണം. ഇന്നത്തെ രാത്രി നീ പിശാചിനെ പേടിക്കരുത്. He is disarmed. Hallelujah. ഇന്നത്തെ രാത്രി ഒരു വലിയ ടെററിസ്റ്റ് അവിടെ നിൽക്കുകയെന്ന് വെച്ചോ, അവന്റെ കയ്യിൽ ആയുധമില്ലെങ്കിൽ ഒരു ടെററിസ്റ്റിനെ നമ്മൾ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവന്റെ ഈ ഗണ്ണും ബോംബും AK-47 ഒക്കെ ഉള്ളതുകൊണ്ട് അല്ലേ? അതൊരു കൊച്ചു കുഞ്ഞിപ്പോ ഡോണ എടുത്ത് വെച്ചുകൊണ്ട് നിന്നാലും ഡോണയും നമുക്ക് പേടിക്കും. ഒന്നും വേണ്ട, ഒരു കല്ലും കൊണ്ട് നിന്നാൽ നമുക്ക് പേടി ഇവിടെ എറിയുമെന്നുള്ളത്. ഹല്ലേലൂയ. ഒരു ടെററിസ്റ്റിനെ ഡിസാം ചെയ്ത് കഴിഞ്ഞാലോ, അവന്റെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവനെ പേടിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക്? യേശു ചെയ്തതാ. പിശാചിന്റെ കയ്യിലുള്ളതെല്ലാം പിടിച്ചു വാങ്ങിച്ചു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവൻ കയ്യിലേക്ക് വാങ്ങി. ഇന്ന് പിശാചിനെ പേടിപ്പിക്കാനേ പറ്റത്തുള്ളൂ. പഴയ കാര്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Because you are more than conquerors. പ്രൈസ് ദി ലോർഡ്. അത്ര ശ്രേഷ്ഠകരമായ ഒരു ക്രിസ്തീയ ജീവിതമാണ്
യേശു നമുക്ക് തന്നത്. ആരെയും ഭയപ്പെടാതെ ജീവിക്കാൻ. Praise the Lord. Hallelujah. If you fear God, you need not to fear any human being, any demons in the whole hell and Hades. You need not to fear any powers in the whole universe. Only you fear God. ദൈവത്തെ ഭയപ്പെടുന്നവന് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനരെ, we have such a wonderful life in Christ Jesus. Praise the Lord. Hallelujah. ഞാൻ ആ മെസ്സേജിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. എന്നിട്ടും ഇത്രയെല്ലാം സത്യം അറിഞ്ഞിട്ടും, praise the Lord, ഇത്രയെല്ലാം സത്യം അനുഭവിച്ചറിഞ്ഞിട്ടും പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നതിന്റെ കാരണം എന്താ? Why does devil get power over us? Why we become failures often? The reason is that, ഹല്ലേലൂയ, ദൈവവചനം പറയുന്നു, ഈ ജനം നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് തന്നെ, വേദഭാഗത്തിൽ തന്നെ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തില്, അല്ല 33-ാമത്തെ വാക്യത്തിൽ ആ ജനത്തോട് ദൈവം കഥ പറഞ്ഞില്ലേ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്. ജനം തിരിച്ച് പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഇതുവരെ ഒരിക്കലും ദാസന്മാരായിട്ടിരുന്നിട്ടില്ല, പിന്നെ ഞങ്ങൾ സ്വതന്ത്രരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെ? കർത്താവ് പറഞ്ഞു നിങ്ങളെ സ്വതന്ത്രരാകുമെന്ന്. കാരണം ഹി നോസ്, കർത്താവിനെല്ലാം അറിയാം. നിങ്ങൾ ബന്ധനത്തിലാണെന്ന് കർത്താവിന് അറിയാം, അവര് ബന്ധനത്തിലാണെന്ന് അറിയാം. നിങ്ങൾ സ്വതന്ത്രരാകുമെന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ച് റിബൽ ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാവേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി സ്വതന്ത്രരാണ്. ഇന്നത്തെ രാത്രി സ്വാതന്ത്ര്യം എനിക്ക് വേണമെങ്കിൽ ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്നുള്ളതാണ്. ഞാൻ ബന്ധനത്തിലാണെന്നാണ്. I am a slave എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കർത്താവ് പറയുകയാണ്, I shall set you free. ആ സമയത്ത് ഞാൻ തിരിച്ചു പറയുകയാണെന്ന് വെച്ചോ, I am already free. എന്നാലോ കർത്താവിന്റെ ഫ്രീഡം നമുക്ക് കിട്ടത്തില്ല. ഇന്നത്തെ രാത്രി മനസ്സിലാക്കേണ്ടത്, you must be willing to accept the invitation of the Lord. You must be willing to accept the gift of the Lord. Hallelujah. കർത്താവേ, എനിക്കത് ആവശ്യമുണ്ട്. Hallelujah. നീ എല്ലാം അറിയുന്നു കർത്താവേ. Hallelujah. ഞാൻ ബോണ്ടേജിലാണെന്ന് നീ അറിയുന്നു. Hallelujah. ഓ, എനിക്ക് സമാധാനമില്ലെന്ന് നീ അറിയുന്നു. കൂട്ടുകാരെ കാണുമ്പോൾ ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, കൂട്ടുകാരെ കാണുമ്പോൾ ചിരിക്കും. വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും റോഡില്. Hallelujah. ഒരു 5 മിനിറ്റ് ഒന്ന് ക്ലോസ് ആയിട്ടൊന്ന് സംസാരിച്ച് അപ്പൊ പതുക്കെ ഓരോന്നോരോന്ന് ഇറങ്ങി വരാൻ തുടങ്ങും. ഒരാഴ്ചയായി സുഹൃത്തെ ഉറങ്ങിയിട്ട്. കാര്യം എന്തുവാ? ഓ, ഒന്നും പറയണ്ടെന്നേ. തുടങ്ങിയത് എങ്ങനെയായിരുന്നു? അതാ വലിയ കാര്യങ്ങളൊക്കെ അമേരിക്കയിലെയും റഷ്യയിലെയും ഉക്രൈനിലെയും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങിയത്. 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പം സ്വന്തം ജീവിതം ഇറങ്ങാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന ദൈവവേദനയെ, ദൈവവചനം നിന്നോട് സംസാരിക്കുമ്പോൾ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുമ്പോൾ, നിന്റെ ഹൃദയം തുറന്ന് നീ പറ, ലോർഡ് ഐ നീഡ് ഇറ്റ്. എനിക്ക് നിന്റെ സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്, എനിക്ക് നിന്റെ വിടുതൽ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയുന്നവർക്ക് കർത്താവ് വിടുതലിനെ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവവചനം പറയുന്നു, the Lord is working on a principle. ഹല്ലേലൂയ. ദൈവവചനം ഒരു പ്രമാണത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പറയുന്നത് എന്തെന്നറിയാമോ? ജെയിംസിന്റെ, യാക്കോബിന്റെ ലേഖനം, പ്രൈസ് ഗോഡ്, 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, അവൻ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. God resists the proud and he gives his grace to the humble. അതിങ്ങനെയാ ചെയ്യുന്നത്. ആരെങ്കിലും പ്രൗഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ ദൈവം മുന്നേ നിന്ന് പുറകോട്ട് തള്ളും. അതാ റെസിസ്റ്റിംഗ്. ആരെങ്കിലും താഴ്മയോടെ നിന്ന് കഴിഞ്ഞാലോ അവൻ പുറകിൽ നിന്ന് മുമ്പോട്ട് വരണം. You know, where do you want God to be? Do you want God to be pushing from the front to back or from back to front? Praise the Lord. ഇന്നത്തെ രാത്രി നീ ഓർക്കണമേ, if you are proud, if you are too proud to accept your own weakness before God, he will resist you. He won't give his grace. Praise the Lord. അടുത്ത വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? Submit to God. Resist the devil, he will flee from you. ദൈവത്തിന് സമർപ്പിക്കുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ. പക്ഷെ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് ഇത് മാത്രമാ, resist the devil, he will flee from you. He won't flee from us unless we submit to God first. Praise the Lord. ഇന്നത്തെ രാത്രി പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചെങ്കിൽ മാത്രമേ പിശാച് നമ്മളിൽ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോകത്തുള്ളൂ. Praise God. Hallelujah. വളരെ മനോഹരമായ ഒരു വചനമാണ്.
ഹല്ലേലൂയ. വീണ്ടും വചനം 1 പത്രോസ് 5-ാം-അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, God resists the proud and give grace to the humble. Praise the Lord. വീണ്ടും ആവർത്തിച്ച് പത്രോസ് പറയുക, ദൈവനിന്ദികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ജീസസ് ഹിംസെൽഫ് ഈസ് ദ ട്രൂത്ത്. Praise the Lord. This word is the truth. Hallelujah. നമുക്കറിയാം വചനം, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായി. അങ്ങനെ താഴേക്ക് വന്നിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വചനം ജഡമായി തീർന്നു. The word became flesh. Who is that word? Jesus Christ himself. When I say that the truth shall set you free means Jesus said, I am the truth. That means the word is the truth. If you accept the word, we will be liberated. We have a deliverance. ഇന്നത്തെ രാത്രി കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവെ, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമാണ്. എന്റെ രഹസ്യ ജീവിതങ്ങളെ നീ അറിയുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി എന്നോട് സംസാരിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനേക സത്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും പിശാചിന്റെ ശബ്ദം നിന്റെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ ഞാൻ കേട്ടു കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് കംഫർട്ടബിൾ ആയ വഴിയിലൂടെ ഞാൻ നടന്നു കർത്താവേ. അവിടെ എനിക്ക് ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് കൂട്ടുതരുവാൻ എനിക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, എനിക്ക് കമ്പനി തരുവാൻ എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അവിടെ എനിക്ക് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്നത്തെ രാത്രി മറ്റൊരു വഴിയെ കുറിച്ച് ഞാൻ കേട്ടു. എന്നെ സ്വതന്ത്രമാക്കുന്ന വഴി, സ്വാതന്ത്ര്യത്തോടെ അങ്ങയോട് കൂടെ ജീവിപ്പാൻ, സ്വാതന്ത്ര്യത്തോടെ ഹല്ലേലൂയ നിന്നെ ആരാധിപ്പാൻ, നിത്യമായ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രവേശിക്കുവാൻ വേണം. ഈ ലോകത്തിൽ തന്നെ സന്തോഷം ഹല്ലേലൂയ നിറഞ്ഞ ജീവിതമായി മുന്നോട്ട് പോകുവാൻ, അനേകർക്ക് അനുഗ്രഹമുള്ള ജീവിതമായ എന്റെ ജീവിതം തീരുവാൻ കർത്താവേ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. Set me free, my Lord. Set me free, my Lord. Hallelujah. Make me free, Lord. Hallelujah. As you have promised. Hallelujah. ഇന്നത്തെ രാത്രി എന്നെ സ്വാതന്ത്ര്യമാക്കിക്കാട്ടെ. എന്നെ ബന്ധിച്ചിരിക്കുന്ന പിശാചിന്റെ ബന്ധനങ്ങളിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം, എല്ലാ അനിശ്ചിതാവസ്ഥയിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം, എല്ലാ ഹല്ലേലൂയ ഇൻസെക്യൂരിറ്റീസിൽ നിന്നും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കർത്താവെ വിടുവിപ്പാൻ തക്കോണം അങ്ങേക്ക് കഴിയും. അങ്ങനെ കാര്യങ്ങളിലേക്ക് എന്നെ ഞാൻ സബ്മിറ്റ് ചെയ്യുകയാണ്. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും തിരുസന്നിധിയിലേക്ക് താഴ്ത്തിരിക്കുക. Lord, you be the Lord over my life, over every area of my life. Give me grace so that I can submit myself to you, Lord. ഇന്നത്തെ രാത്രി നിന്റെ ആഗ്രഹം നിന്റെ ഹൃദയത്തിന്റെ അകത്തു നിന്നാണെങ്കിൽ, if your desire is a genuine desire, if your cry is a genuine cry from the bottom of your heart, I tell you, the one who listens to you, he will set you free. He will make you free. And he will make you a blessing to everyone you come across in your life. And you will be a blessing. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.